എവിടെ ആരൊക്കെ വന്ന് കയറി ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഞാൻ തന്നെ ചെയ്യണം. ഇതെന്താ ഒറ്റയ്ക്കെന്ന് വെറുക്കുന്നേ? നീ എഴുന്നേറ്റോ? ഞാൻ ഈ വീട്ടിൽ വന്ന് കയറുമ്പോഴേ ഉമ്മ ഉണ്ടായിരുന്നു. അന്ന് ഉമ്മ പറഞ്ഞെന്ന് പറഞ്ഞാൽ സുബഹിക്ക് എഴുന്നേക്കണം, നിസ്കരിച്ചിട്ട് അടുക്കളയിൽ കയറണമെന്നൊക്കെ. അന്നോട്ട് ഞാനത് തുടർന്നു പോയി. ഇപ്പൊ ഉള്ളവരടുത്തൊക്കെ പറഞ്ഞുതരാൻ ആരിയിരിക്കുന്നു? അത് ഇന്നലെ ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. അങ്ങനെ ഉറങ്ങി അങ്ങ് പോയി. നാളെ തൊട്ട് സുബഹിക്ക് എഴുന്നേക്കാം. പിന്നെ തോന്നിയ കണക്കൊക്കെ അങ്ങ് ആവാമല്ലോ. പിന്നെ സുമി വന്ന് കയറിയപ്പോ പിന്നെ അവളായിരുന്നു എല്ലാം ചെയ്യുന്നത്. അവള് ഞാൻ എഴുന്നേക്കുന്നതിനെക്കാളും മുമ്പ് എഴുന്നേറ്റ് അവള് ഈ വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കുമായിരുന്നു. അന്നൊന്നും എനിക്കൊന്നും അറിയണ്ടായിരുന്നു. അറിയത്തില്ലേ സുമി, അവന്റെ ആദ്യത്തെ പെണ്ണ്? ഓ, എന്ത് പാവമായിരുന്നെന്നറിയോ. അവളെല്ലാം അങ്ങ് ചെയ്തോളുമായിരുന്നു. അവളോട് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. അപ്പൊ അവളെല്ലാം അങ്ങ് ചെയ്യുമായിരുന്നു. പിന്നെ നിനക്ക് അറിയാതിരിക്കാൻ, കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ, രണ്ടാം കെട്ടല്ലേ. പിന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൾ അനിയൻ പറയുന്നതൊന്നും അനുസരിക്കത്തില്ലായിരുന്നു. അതാ വന്നത്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അവക്കങ്ങ് ഭയങ്കര സംശയമായിരുന്നു അവനെ. അത് തന്നെ പ്രശ്നങ്ങൾ. നീ എന്താ നോക്കിയിരിക്കുന്ന? ഒന്ന് പാത്രം കഴുകൂ. ഞാൻ ചെയ്യാം. എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണ. രാവിലെ എഴുന്നേറ്റ് തുടങ്ങിയ ജോലിയല്ലേ. ഞാൻ പോയിച്ചിരി എഴുതിക്കട്ടെ. ഇരുന്നോ കിട്ടു. ഓ, കല്യാണത്തിന് സ്വർണ്ണമൊക്കെ കുറവായിരുന്നില്ലേ? കുറച്ച് റോൾഡ് ഗോൾഡൊക്കെ വാങ്ങി ഇടായിരുന്നു. അല്ല, ആ പെണ്ണിനുണ്ടല്ലേ 75 പവനായിരുന്നു. സുമിക്കേ, അവന്റെ ആദ്യ പെണ്ണിന് 75 പവനും കാറും ഒക്കെയാ കൊണ്ടുവന്നത്. എനിക്കും ഉണ്ടായിരുന്നു ഒരു 50 പവനൊക്കെ. 50 പിന്നെ അന്ന് 50 മതി നിക്ക പറഞ്ഞുകൊണ്ടാ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വാപ്പ ഇട്ടേനെ. 50 പവന്റെ സ്വർണവും കൊണ്ടാ ഞാൻ വന്നത്. അതിന് അന്നത്തെ വിലയല്ലല്ലോ സ്വർണത്തിനിപ്പം. ഇതെത്ര വരും? 10 വരുമോ? അല്ല, ആദ്യത്തെ ഒന്നും ഇല്ലായിരുന്ന. ഞങ്ങള് നാട്ടുകാരോടൊക്കെ പറഞ്ഞത് 50 പവന്റെ സ്വർണ്ണമാന്ന്. പിന്നെ ചിലരൊക്കെ കല്യാണത്തിന് വന്നപ്പോ ചോദിച്ചു ഇന്ന് സ്വർണം കുറവന്ന്. അപ്പം പിന്നെ പറഞ്ഞ് പൈസ ആയിട്ട് തന്ന്, അല്ലെങ്കിൽ ലോക്കറി ഇട്ടേക്കുന്നു. സ്വർണത്തിന് ഇത്രയും വിലയല്ലേ. അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു വെച്ച്. നീ ആരെങ്കിലും ചോദിച്ചാ അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടാ. 50 പവനാ കൊണ്ടുവന്നേന്ന്. പിന്നെ അതേ കണക്കാണ് ആ പെണ്ണിന്റെ വീട്ടുകാർ വീട് കാണാൻ വന്നപ്പം. എന്റെ പൊന്നോ, ഒരു വീട്ടിലെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, പാത്രം കഴുകുന്ന ആ സാധനങ്ങളുണ്ടല്ലേ അത്, പിന്നെ ഒരു ആട്, 1 മാസത്തെ വീട്ടിലെ സാധനങ്ങള്. എന്റെ റബ്ബേ, എന്തുമാത്രം സാധനങ്ങളാ കൊണ്ടുവന്നേ. വീട്ടിൽ നിന്ന് അലമാര കൊണ്ടുവന്ന. അല്ല, അലമാര ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ. അപ്പൊ പിന്നെ വെച്ച് പൂട്ടണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. ഒരു അലമാരയെങ്കിലും കൊണ്ടുവരാൻ വിളിച്ച് പറയണേ. ഓ, പിന്നെ അതൊക്കെ നിന്നെ കൊണ്ട്, വീട്ടുകാരെ കൊണ്ട് പറ്റുമോ? സുമിയുടെ വാപ്പായ്ക്ക് ഭയങ്കര ബിസിനസ്സായിരുന്നു, വലിയ ബിസിനസ്സായിരുന്നു. അവരെ കൊണ്ടൊക്കെ പറ്റും. എന്റെ വാപ്പായ്ക്ക് എന്താ ജോലിയല്ലേ? അല്ല, ഗൾഫായിരുന്നില്ലേ, പഴയ ഗൾഫ്. ഓ, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല.
ആ പാത്രം കഴിയെങ്കിൽ ചായക്ക് അങ്ങോട്ട് വെള്ളം വൈ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് മതി. ഞാൻ ചായയൊക്കെ ഇട്ട് കുടിച്ച്. ആ ക്ലാസ് ഉണ്ടല്ലേ, ആ ക്ലാസ്സിന് വെള്ളം അളന്നെടുക്കണേ. കൂടുതലൊന്നും ഇവിടെ ഒന്നും ഒഴിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. കാര്യം ഇവിടെ ഇരുന്നാൽ പിന്നെ ആരും എടുത്ത് കുടിക്കത്തുമില്ല, ഇവിടെ വേസ്റ്റ് ആക്കാനും പറ്റത്തില്ല. ഈ ക്ലാസ്സാ ഇല്ല, 2 ഗ്ലാസ് കറക്റ്റായിട്ട് അളന്നെടുത്ത് ചായക്ക് കൊണ്ടുപോയി. പഞ്ചസാരക്കകത്തൊരു സ്പൂൺ കിടപ്പുണ്ട്, ആ സ്പൂൺ അനുസരിച്ച് ഇവിടെ പഞ്ചസാരയൊക്കെ എടുക്കാൻ പറ്റും. രണ്ടിലും ഇച്ചിരി താന്നിക്കട്ടെ, തേയിലയും കൂടെ ഒക്കെ ഇടുമ്പോ 2 ഗ്ലാസ് ആവും. കുറച്ച് ദിവസം എല്ലാം കണ്ടും കേട്ടും ഞാൻ പറഞ്ഞു തരാം, അതേ കണക്കങ്ങ് ചെയ്താൽ മതി. അയ്യോ, ലൈലാത്തല്ലേ ഒന്ന് വിളിക്കുന്നേ? അപ്പുറത്തെ വീട്ടിലെ ലൈലാത്ത വന്നിരിക്കുന്നു. ഇന്നലെ കണ്ടില്ലായിരുന്ന കല്യാണത്തിന് വന്നേ? ആ ആ അവരാ. വാ അങ്ങോട്ട് വാ, അവര് നിന്നെ കാണാൻ വന്നേയിരിക്കും. ആ ലൈലാത്ത വരുന്ന. ജമീല. ആ ലൈലാത്തായ. എത്ര പാടാ നിങ്ങൾ. പുതുകണ്ണിനെ കണ്ടില്ല, ഞാൻ കാണാൻ വന്നത്. എന്തിയേ ഇവിടെ ഉണ്ട് ലൈലാത്ത? ഇത് അപ്പുറത്തെ വീട്ടിലെ ലൈലാത്തതോ? ഇല്ല വീട്ടിലെ. ആ അവിടെ ഉണ്ടാ? ഈ പെണ്ണിന് അത്ര നിറം പോരെ. ഇന്നലെ കണ്ടാണക്കുള്ള നിറമൊന്നുമില്ല അല്ലയോടി ഇവക്ക് ഇന്ന് കണ്ടപ്പം. അപ്പൊ ഇന്നലെ മേക്കപ്പ് ആയിരുന്നു അടി ഇതൊക്കെ. ആ സുമി പെണ്ണിന് എന്ത് നിറമായിരുന്നില്ലേ? അവന്റെ ആദ്യത്തെ കെട്ടിലെ പെണ്ണ് എന്തോ നിറമായിരുന്നു. മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നത്തില്ലായിരുന്നു. സൂര്യൻ ഉദിച്ചിരിക്കുന്ന കണക്കിരിക്കും ആ പെണ്ണിനെ കണ്ട. പല്ലൊക്കെ ഉണ്ടല്ലേ, അല്ലെ മുല്ലമൊട്ട് പോലെ ഇങ്ങനെ വരി വരിയായി നിൽക്കുന്ന പല്ലും. ഞാൻ അവിടെ ഇരുന്നോണ്ട് എപ്പോഴും ആ പെണ്ണിനെ ഇങ്ങനെ നോക്കുമായിരുന്നു. ചിരിയൊക്കെ കാണാൻ എന്ത് രസമായിരുന്നു. ഇതത്ര നിറമൊന്നും പോരല്ലേ നീല? ഓ എന്ത് പറയാൻ. പിന്നെ 2ാം കെട്ടല്ലേ, പിന്നെ അതല്ലേ കിട്ടൂ. മറ്റേ പെണ്ണ് എന്ത് സൗന്ദര്യമുള്ളൂ, എന്ത് ഭാഗ്യമുള്ള പെണ്ണായിരുന്നു. എന്റെ ചെറുക്കൻ ആ പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ വിധിയില്ല, അത്ര തന്നെ. അവന് വിധിച്ചിട്ടില്ല, അത് തന്നെ കാര്യം, അല്ലാന്നും അല്ല. അവനിക്ക് എത്ര ആലോചനകൾ വന്നതാ. അപ്പൊ അവൻ പറയുന്ന പെണ്ണിന് നിറമില്ലെന്ന്. ഞാനും ഇക്കായി മാറി പറഞ്ഞതാ നിറത്തിലൊന്നും ഒരു കാര്യമില്ലെന്ന്. അന്നൊന്നും അവ അത് കേൾക്കാൻ നിന്നില്ല. ഇപ്പൊ എന്നിട്ട് കിട്ടിയതാ. പിന്നെ സ്വഭാവം ലൈലാത്താന്ന് വിളിച്ചാ പിടിച്ചു തിരിക്കത്തില്ല. ഓ എന്ത് നല്ല പെണ്ണായിരുന്നു. നീ അതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടു. പിന്നെ 2ാം കെട്ടാകുമ്പോ അങ്ങനല്ലേ നടത്താൻ പറ്റൂ. പിന്നെ നിറവും അതും ഇതുമൊക്കെ നോക്കി നടക്കാൻ പറ്റൂ. കിട്ടുന്ന ഉണ്ടെങ്കിൽ കെട്ടണം അല്ലേ പെണ്ണെ? അതൊക്കെ ഇരിക്കട്ടെ വെച്ചേ. എന്റെ ആദ്യം കെട്ടി എന്തായിരുന്നു വെച്ച കുഴപ്പം? ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ഒന്ന് തല്ലിയാ മതി അപ്പ ഡിവോഴ്സ് എന്നും പറഞ്ഞങ്ങ് ഇറങ്ങി. അത് തന്നെ, പിന്നെ അല്ലാതെ എന്താ. അപ്പൊ അതൊക്കെ തന്നെടി. ഒന്ന് വേണ്ടി അടുത്ത ഇനി ഡൈവോഴ്സ് ഇത് തന്നെ. നമ്മളൊക്കെ എന്തുവായിരുന്നു കണക്കിന്, എത്ര എണ്ണം കഴിയേണ്ടതാ. പിന്നെ ഒന്ന് തുമ്മിയാ മതി. നിന്റെയൊക്കെ വെച്ച് നോക്കുമ്പോ
പെൺപിള്ളാരൊക്കെ കൊറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ തന്നെ എപ്പോഴും. ഞാൻ ഇപ്പൊ വരെ നിങ്ങൾ സംസാരിക്കും. ആ പോയിട്ട് വാ. ഓ രണ്ടാകട്ടല്ലേ, ഇപ്പോഴും കയറി മണോറയിലൊന്നും കയറി ഇരിക്കണ്ട. ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നില്ലേ? പറഞ്ഞ അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു. താത്താ നിങ്ങൾ പഴയ മറ്റേ കാര്യം പറഞ്ഞില്ലല്ലേ? എന്താ പറയാതിരുന്നത്? എല്ലാം ഞാൻ പറഞ്ഞല്ലേ. ഏത് കാര്യം എന്നാ? ഞാൻ പറഞ്ഞില്ലേ അവന്റെ മറ്റേ ലൈനിന്റെ പഴയ ലൈനിന്റെ കാര്യം പറയണോന്ന്. നിങ്ങൾ എന്നിട്ട് അതെല്ലാം അങ്ങ് മറന്നുപോയാ? ആ പഴയ കാമുകിയുടെ കാര്യല്ലേ? അത് വിട്ടു തന്നെ. അത് കുഴപ്പമില്ല, ഇനി സമയമുണ്ട് പറയാം. പിന്നെന്തെങ്കിലും ഉണ്ടോ? ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു. ആ ഞാൻ ഇനി പോട്ട്, നീ പോയി ഒരു 500 രൂപ എടുത്തുകൊണ്ട് പോവാ. ആ ഇപ്പൊ കൊറേ ആയില്ലേ പൈസ പൈസ എന്ന് പറഞ്ഞു. പൈസ ഒന്നും എൻ്റെ കയ്യിലൊന്നും ഇല്ല. ഇല്ല ഇസാബിന്റെ ചെറുക്ക ഇപ്പൊ വരും പെണ്ണേ. നീ പോയി 500 രൂപ എടുത്തോണ്ട് വന്നേ. ഇസാബിനെ അടയ്ക്കണമെങ്കിൽ നിങ്ങൾ പോയി അടക്കി. നീ ഇങ്ങോട്ട് പറഞ്ഞോണ്ടല്ലേ, ഞാൻ വേറെ ഇല്ല അപ്പുറത്ത് ഷീബ അടുത്ത് പോയി ചോദിച്ചേനാ. നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞോണ്ടല്ലേ ഞാൻ വന്നേ. നീ ആ പൈസ എടുത്തോണ്ട് പോവാ. എന്തെങ്കിലും പറഞ്ഞാൽ പൈസയെന്ന് പറഞ്ഞു വരും. ആ അല്ലെങ്കിൽ പിന്നെ ആ കൊച്ചിന്റെ ചോദിക്കല്ലേ. ആ പെണ്ണിന്റെ പേരെന്താ? പുതിയ പെണ്ണിന്റെ ആ കൊച്ചിന്റെ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോ 500 രൂപ തരുമായിരിക്കില്ലേ? പറയേണ്ട വിധത്തിലൊക്കെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലേ. ഓ ഞാൻ തരാം, നിങ്ങൾ അവിടെ നിൽക്കി. പെട്ടെന്ന് ഇനി തിരിച്ചു തരണേ, അധിക ദിവസം താമസിക്കരുത്. കിട്ടുമ്പം തരാം. 500 രൂപ. ആപ്പാട് 500 രൂപ ഉണ്ടായിരുന്നോളൂ എൻ്റെ കയ്യിൽ. കുറേ ആയി വാങ്ങിക്കൊണ്ട് പോന്നു. ഉടനെ തിരിച്ചു തരണേ, കിട്ടുമ്പം തരാം. അടുത്ത ആഴ്ചയാണ് കാക്കായ്ക്ക് ജോലിയാണ്, അപ്പൊ കിട്ടുമ്പം തരാം. എന്തുവാ ചെറുക്കനെ കൊല്ലുന്ന? അയ്യോ ഞാൻ എന്താ ചെയ്തത്? ഞാൻ വിചാരിച്ച് മാറിയെന്നാണല്ലേ. എന്റെ അസുഖം മാറിയില്ലായിരുന്നു. താത്ത മുമ്പേ ചോദിച്ചില്ലായിരുന്ന എന്താണ് ഡിവോഴ്സ് ആയെന്ന്? എനിക്കാണെങ്കിൽ ഒരു അസുഖമുണ്ട്. എന്റെ വീട്ടുകാരത് മറച്ചു വെച്ച കല്യാണം നടത്തിയത്. ഞാൻ വിചാരിച്ചത് മാറിയെന്നായിരുന്നു. അതെന്താ അസുഖം? അത് ഈ ആൾക്കാരൊക്കെ എന്നെ കുറ്റവും കുറവൊക്കെ പറയത്തില്ലേ, എന്നെ കുറ്റപ്പെടുത്തത്തില്ലേ. അപ്പൊ എന്റെ ബ്ലഡിനകത്ത് നെഫ്നോനോഫിയ എന്ന് പറയുന്ന ഒരു സാധനം ഉൽപ്പാദിപ്പിക്കും. അതങ്ങ് എന്റെ തലമണ്ടയ്ക്ക്. അപ്പൊ എനിക്ക് പിന്നെ അങ്ങ് അടുത്തിരിക്കുന്നവരെ എന്തോ അങ്ങ് ചെയ്യും. ഞാൻ വിചാരിച്ച പോലല്ല. താത്ത മുമ്പേ ചോദിച്ചില്ലേ എന്താണ് ഡിവോഴ്സ് ആയെന്ന്? എന്റെ കല്യാണം കഴിഞ്ഞ് 3ന്റെ ഒന്നായപ്പോ എന്റെ അമ്മായിമ്മ ഉണ്ടല്ലേ, ഞാൻ ഇവിടെ പാല് കാച്ചുമായിരുന്നു. ഞാൻ ഇങ്ങനെ കാച്ചിക്കൊണ്ടിരുന്നപ്പോ അത് തിളച്ചങ്ങ് തൂവിപ്പോയിട്ടാ. ഞാനത് ഓർത്തില്ല. അവരാണെങ്കിൽ എന്നെ നിന്നങ്ങ് വഴക്ക് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് റൂം വരെ പോട്ടെ. മുമ്പേ ഞാൻ താത്ത അടുത്ത് ചോദിച്ചിട്ട് പോയില്ലായിരുന്നു ആ റൂമിലോട്ട്. അത് എനക്ക്. അപ്പൊ അവരെന്നെ വിട്ടില്ല. ഭാഗ്യം പറഞ്ഞു വിട്ടത്. കുറെ നിന്നപ്പോഴത്തേക്ക് എന്റെ നെസ്നോനോഫി അങ്ങ് കേറി. എനിക്ക് അപ്പൊ ഇതേപോലെ വന്നു. ഞാൻ അവരെ വലിച്ചെടുത്ത് അവിടെ ഒരു കിണറുണ്ടായിരുന്നു, അതിനകത്ത് കൊണ്ടങ്ങ് തള്ളിയിട്ടു. പാല് വീണ ഇത്രയൊക്കെ ചെയ്യൂ? അവരെ തട്ടിയ.
ഞാനല്ല ചെയ്തത്, എന്റെ അസുഖമാ ചെയ്തത്. എന്നെ ആര് കുറ്റം പറഞ്ഞാലും എനിക്ക് അങ്ങനെ അസുഖം വരും. അല്ലാ, പിടിച്ചേലും വലുതാണല്ലോ പൊത്തിയിരുന്നത്. പോട്ടെ. അമ്മേച്ച് മാറിയെന്നാ വീട്ടുകാരെന്നെ കൊണ്ടുപോയി ചികിത്സിച്ചായിരുന്നു. മാറിയെന്ന് വിചാരിച്ചിരുന്നേ, മാറിയില്ല. സോറി, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, എന്റെ അസുഖം ചെയ്തു പോയതാ. അപ്പൊ അത് കൂട്ടണ്ട, മരുന്ന് വേണമെങ്കിൽ കഴിച്ചോ. ആശുപത്രി മോനെ ഒന്ന് കൊണ്ടുപോ. അസുഖം ഒന്നും അധികം വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. അരി അടുപ്പേ കിടക്കുന്ന ഞാൻ പോട്ട് പോന്നോ. നിങ്ങളെ രസം ഉണ്ടാവണമെന്നില്ലേ, ഞാനും വരുന്നു. അപ്പൊ അങ്ങനെയാണ് അത് ഡിവോഴ്സ് ആയത്? അതങ്ങ് പിന്നെ കോംപ്രമൈസ് ആയിരുന്നു. ഞാൻ പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഭർത്താവിനെ എന്നെ ഭയങ്കര സംശയം. ഭയങ്കര സംശയം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംശയം. ഞാൻ അങ്ങോട്ട് നോക്കിയ സംശയം, ഇങ്ങോട്ട് നോക്കിയ സംശയം, എന്ത് ചെയ്താലും സംശയം. അപ്പോഴത്തേക്ക് ഞാനൊരു ചെറുതായിട്ടൊരു എലിവേഷൻ കൊടുത്തു. പിന്നെ ഞങ്ങളെ ചേട്ടന്റെ ഭാര്യയ്ക്കും ഒരു സംശയം. അവർക്ക് ഞാൻ 2 അടി ഇരുട്ടത്ത് കൊടുത്തു. അതാണോ ഇതാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. ഭ്രാന്തി പെണ്ണിനാ കെട്ടിയത്, മറ്റോക്ക് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കഴുത്തിന് നീളം കൂടിയ ഇതൊരു വഴിക്കൊന്നും പോവൂല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ 18 അടവ് പറ്റണമെന്ന്. 18 പോരാ, ഇത് 19 20 ഒക്കെയാ എന്നും പറഞ്ഞ് എല്ലാവരും അത് പയറ്റാൻ നിൽക്കരുതേ. ജീവിച്ച് പോവണ്ടേ, അതിനു വേണ്ടി പയറ്റിയതാൾ ക്ഷമിക്കണം.